നമസ്കാരം. സുഭാഷിതം ഡിജിറ്റൽ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മൾ ചെയ്യുന്ന ചില വീഡിയോസ് കൃത്യമായി നമ്മൾ ചെയ്യുന്നത് ശരിക്ക് ഒരു ഭരണവ്യവസ്ഥ, അത് കേന്ദ്ര ഗവൺമെൻറ് ആയാലും സംസ്ഥാന ഗവൺമെൻറ് ആയാലും പഞ്ചായത്തുകളായാലും ഭരണവ്യവസ്ഥയിലിരിക്കുന്ന ആളുകൾക്കെതിരെയാണ് നമ്മൾ പലപ്പോഴും വീഡിയോ ചെയ്യേണ്ടി വരും. അങ്ങനെയല്ലേ പറ്റുള്ളൂ. കാരണം നമ്മൾ ഒരു കാര്യം ചെയ്തില്ല എന്ന് പറയുന്നത് ചെയ്യാത്തത് എപ്പോഴും ഭരണക്കാരായിരിക്കുമല്ലോ. അല്ല, പ്രതിപക്ഷത്തിരിക്കുന്നവർക്ക് അത് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അത്തരത്തിൽ വീഡിയോസ് ചെയ്യാറുണ്ട്. പക്ഷേ ഒരു വീഡിയോയിൽ നമ്മൾ അങ്ങനെ വ്യക്തിപരമായി ആരെയും ആക്ഷേപിക്കാനോ ഹർട്ട് ചെയ്യാനൊന്നും പോകാറില്ല. ഒരാളിൻ്റെ വ്യക്തി ജീവിതത്തിലേക്ക് കയറുക, വ്യക്തിപരമായ കാര്യങ്ങൾ പറയുക, അങ്ങനെ ഒന്നും നമ്മൾ ചെയ്യാറില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. നമ്മൾ ലക്ഷ്യം വളരെ ക്ലിയറാണ്. നമുക്ക് പാവപ്പെട്ട ആളുകൾക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടുകയാണെങ്കിൽ കിട്ടട്ടെ. അതിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ഇടപെട്ടിരിക്കുന്നത് അംഗനവാടിക്കാരുടെ വിഷയത്തിലാണ്. നമ്മൾ ആശാ വർക്കേഴ്സിൻ്റെ വിഷയത്തിൽ കുറേ വീഡിയോ ചെയ്തു, തൊഴിലുറപ്പുകാരുടെ വീഡിയോ ചെയ്തു, പിന്നെ അതുപോലത്തെ നമ്മൾ പിന്നെ പാചക തൊഴിലാളികളുടെ ചെയ്തു, പിന്നെ അധ്യാപകരുടെ ചെയ്തു, DA കിട്ടാത്ത കാര്യങ്ങൾ ചെയ്തു, ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ചെയ്തു. പിന്നെ ക്രഷ് തൊഴിലാളികളുടെ പരിപാടി ചെയ്തു, കെട്ടിട നിർമ്മാണ തൊഴിലാളി, അതിൽ ഏറ്റവും കൂടുതൽ ചെയ്തിരിക്കുന്ന അംഗനവാടിക്കാരുടെയാണ്. പക്ഷേ നമ്മുടെ ചില വീഡിയോസിനെ സംബന്ധിച്ച് ആ വീഡിയോസിൻ്റെ കമൻറ്റ് നോക്കുമ്പോൾ ചില നെഗറ്റീവ് കാര്യങ്ങൾ വരുന്നുണ്ട്. നമ്മൾ അങ്ങനത്തെ വീഡിയോസ് ചെയ്യണോ വേണ്ടത്? എന്തായാലും സുഭാഷിതം ചാനലിൻ്റെ നയം വ്യക്തമാക്കുകയാണ്. നമുക്ക് അങ്ങനെ ഒരു നയവുമില്ല, നമുക്ക് ആരോടും ഒരു ശത്രുതയില്ല. നമ്മൾ അങ്ങനെ ഒരാളെയും പിന്നെ ഒരു സംഗീതത്തിൽ നമ്മൾ ചേർക്കും. പിന്നെ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി ആളെ ചേർക്കും. ഞാൻ ഈ അംഗനവാടി ഫ്രീഡം ഫോറത്തിൻ്റെ സ്ത്രീകൾ ഉണ്ടാക്കിയിരിക്കുന്ന സംഘടനയുടെ ചെയർമാനായിട്ട് ഞാൻ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ മറ്റ് പ്രവർത്തനങ്ങൾ വരും. അപ്പോൾ സ്വാഭാവികമായിട്ട് പലർക്കും സംശയം ഉണ്ടാവും, ഇതെന്താണ് പുതിയ സംഘടന, പുതിയ സംവിധാനം, യൂട്യൂബ് ചാനൽ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ യാതൊരു യൂട്യൂബിൽ ചാനലിൻ്റെ കാര്യങ്ങൾ ചെയ്തു പോകും. ഇത് സ്വതന്ത്രമായി ഉണ്ടാക്കിയിരിക്കുന്ന സംഘടനയാണ് അംഗനവാടി ഫ്രീഡം ഫോറം. അത് സ്ത്രീകൾ മുൻകൈ എടുത്ത് ചെയ്തിരിക്കുന്ന ഒരു സംഘടനയാണ്. അപ്പോൾ അത്തരത്തിൽ നമ്മൾ യാതൊരുവിധ ആരോടെങ്കിലും എതിർപ്പോ തകർക്കലോ വിഷയമൊന്നുമില്ല. നമ്മളൊരു സ്വതന്ത്രമായൊരു സംവിധാനത്തിലേക്ക് വരുന്നു, ആളുകളെ സഹായിക്കാൻ പറ്റുമോ എന്ന് മാത്രം നോക്കുന്നു. അതുകൊണ്ട് ഏതെങ്കിലും വീഡിയോ ആർക്കെങ്കിലും ഒക്കെ ഹർട്ട് ചെയ്യുന്ന, വ്യക്തിപരമായിട്ട് ഹർട്ട് ചെയ്യും. ഇപ്പോൾ ഭരണവ്യവസ്ഥയിലിരിക്കുന്ന ആളുകൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഉണ്ടോ എന്ന് പറയുമ്പോൾ നമ്മളത് പറയേണ്ടി വരുന്നുണ്ടല്ലോ. അത് എല്ലാ യൂട്യൂബിൻ്റെയും എല്ലാ ചാനലുകളുടെ ഒരു വിഷയമാണ്. ബാക്കി കാര്യങ്ങളെ സംബന്ധിച്ച് നമ്മൾ മറ്റാരെയും വ്യക്തിപരമായി ആക്ഷേപിക്കാൻ ഉദ്ദേശിക്കുന്നില്ല, ആരെയും ഫോണിൽ വിളിച്ച് ശല്യം ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല, ഒരാളിനോടും നമുക്കൊരു എതിർപ്പില്ല. എല്ലാവരോടും പ്രിയപ്പെട്ടവരായിട്ടാണ് നമ്മൾ കാണുന്നത് കേരളത്തിൽ. അങ്ങനെ ഒരു ട്രാക്ക് റെക്കോർഡ് കൂടിയുള്ള വ്യക്തിയാണ് ഞാൻ. അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് അങ്ങനെ ഒരു പ്രതിസന്ധിയുടെയും പ്രയാസത്തിൻ്റെ ആവശ്യമില്ല. തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ഈ വീഡിയോ കാണുകയും ഈ വീഡിയോ നിങ്ങൾ മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുകയും ചെയ്യണം. നമുക്ക് ആരോടും ഒരു പരിഭവം, പരാതിയില്ല. ഏതൊരു വ്യക്തിയെ സംബന്ധിക്കുന്ന ഏത് കാര്യമുണ്ടെങ്കിലും നമ്മൾ വിഡ്രാ ചെയ്യും. ഇങ്ങനെ 1-2 വീഡിയോസ് നമ്മൾ വിഡ്രാ ചെയ്തിട്ടുമുണ്ട്. നമ്മൾ ഇട്ടതിന് ശേഷം അതിൻ്റെ ബന്ധപ്പെട്ടവർ നമ്മളെ വിളിച്ച് പറഞ്ഞു ആ വീഡിയോസ് അവർക്ക് ഹർട്ട് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് വീഡിയോ വിഡ്രാ ചെയ്തിട്ട് അംഗൻവാടിയുടെ തന്നെ 1-2 വീഡിയോസ് പിന്നെ നമ്മൾ കണ്ടപ്പോൾ അത് ശരിയല്ല, അങ്ങനെ പറയണ്ടല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട്, കാരണം ചിലപ്പോൾ അത് വ്യക്തിപരമാണെന്ന് ആരും ധരിച്ചാലോ എന്നൊക്കെ ആരെയും പറയുന്നില്ല, എന്നാലും ഒരു ധാരണ വേണ്ട എന്ന് വിചാരിച്ചിട്ട് നമ്മളത് വിഡ്രാ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇതിനകത്ത് യൂട്യൂബ് ചാനലിനെ സംബന്ധിച്ച് വേറെ വിഷയങ്ങളൊന്നുമില്ല. വളരെ സത്യസന്ധമായ കാര്യങ്ങൾ ചെയ്തു പോവുക, നമുക്ക് സമൂഹത്തിൻ്റെ ആവശ്യമായ കാര്യങ്ങൾ ഇടപെടുക എന്നുള്ളത് മാത്രമേ ഉദ്ദേശിച്ചിട്ടുള്ളൂ. മറ്റൊരു തരത്തിലുള്ള ഒരു വിഷമവും തെറ്റിദ്ധാരണയും ആരും ഉണ്ടാക്കരുത്. പ്രത്യേകിച്ച് അംഗനവാടി വർക്കേഴ്സ്, ഹെൽപ്പേഴ്സ്, പെൻഷനേഴ്സ് ആളുകളൊന്നും ഒരു തെറ്റിദ്ധാരണ ഉണ്ടാക്കേണ്ട കാര്യമില്ല. നമ്മൾ ആരോടും ഒരു തെറ്റിദ്ധാരണ വെച്ച് ഒരു വാക്കുകൊണ്ട് പോലും പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ആരോടും നമുക്ക് പരാതിയും പരിഭവമൊന്നുമില്ല. നമ്മുടെ നയം വ്യക്തമാക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് എല്ലാവരും ഈ ചാനൽ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങൾക്ക് ആവശ്യമായ പിന്നെ എല്ലാ സഹായവും ഞങ്ങൾക്ക് ചെയ്തു തരണം.